ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്ഥലത്താണ് പോകുന്നത്. എവിടെയാണ് മുത്തേ പോകുന്നത്? നമ്മൾ മഴയത്ത് കുളിക്കുക. നമ്മൾ സവായ വോക്ക്, അവിടെ റെയിൻ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവുകയാണ് അല്ലേ. ആർട്ടിഫിഷ്യൽ റെയിനാണ്, എന്നാലും നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ മഴയുടെ ഒരു എഫക്റ്റും സൗണ്ടൊക്കെ ഉണ്ടെന്ന് റീൽസിലൊക്കെ കണ്ട. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് കാണാൻ പോകുകയാണ്. അപ്പോൾ ഇനി ലാസ്റ്റ് റെയിൻ 6:30-ക്ക്, പിന്നെ 5:30-ക്ക്. ഇപ്പോൾ ടൈം എത്ര 5 o'clock. അപ്പോൾ നമുക്ക് 5:30-യുടെ റെയിൻ നമ്മൾ മിസ്സാക്കും. ബട്ട് നമ്മൾ 6:30-ക്കുള്ള റെയിനാണ് ലാസ്റ്റ് റെയിൻ. റെഡി ആയിരിക്കുകയാണ്. ഇനി അച്ഛനും അമ്മയും കൂടെ വരണം. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് മുത്തേ? റെയിൻ കാണാൻ. മിക്കി റെയിൻ കാണാൻ പോകണം. പറ. ഓക്കെ. അപ്പോൾ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും അമ്മയും റെഡി ആയിട്ട് വന്നു. ഞാനും മോളും ഭയങ്കര എക്സൈറ്റഡാണ്. മഴ കാണാൻ പോകുമല്ലേ. അച്ഛനും അതിന് ഇതുപോലൊരു പുച്ഛഭാവമില്ല. മഴ കാണാൻ പോകണം, നീ മഴ കാണാത്ത നാട്ടിൽ നിന്നാണോ വന്നത് എന്ന് അച്ഛൻ്റെ ചോദ്യം. ഇവിടെ വന്നിട്ട് എത്ര നാളായച്ചാ ഒരു മഴ കണ്ടിട്ട്? കഴിഞ്ഞ ഫ്ലഡിൽ കണ്ടതാ, പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല. റൂമിൽ നിന്ന് ഇറങ്ങി കാറിലോട്ട് വന്നതേ ഉള്ളൂ. എല്ലാവരും വേർത്ത് കുളിച്ച് അത്രയ്ക്ക് ചൂടാണ്. അപ്പോൾ ഈ ചൂടിന് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി കുറച്ച് മഴയൊക്കെ കാണുന്നതല്ലേ. എന്താ ഗൈസ് നിങ്ങളുടെ അഭിപ്രായം? റൂമിൽ നിന്ന് വെറും 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ കാറിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. നേരെ നടന്നു ഈ റോഡ് സൈഡിലാണ്. ഇവിടെ നിന്ന് റൈറ്റ് എടുക്കുന്ന, പിന്നെ നേരെ സ്ട്രെയിറ്റ്, അതാട്ടോ റൂട്ട്. ഞാൻ വിചാരിച്ചു ഒരു ഇൻഡോർ കുറേ സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം, പക്ഷെ അത്രയ്ക്കൊന്നുമില്ലായിരുന്നു. ജസ്റ്റ് കയറിപ്പോകുമ്പോൾ ഒരു എൻട്രൻസ് ഇത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് അത്രയേ ഉള്ളൂ. ബട്ട് ചുറ്റും കുറേ കോഫി ഷോപ്പും ജ്യൂസും അങ്ങനെ സ്നാക്സും അങ്ങനെയൊക്കെയുള്ള ഷോപ്സൊക്കെ ഒരുപാടുണ്ട്. കയറി ചെന്നപ്പോൾ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആംബിയൻസ്. ഈ വെള്ളത്തിൻ്റെ നീലയും പിന്നെ ചുറ്റും പച്ചപ്പും അങ്ങനെയുള്ള നല്ലൊരു പ്ലസൻ്റ് അറ്റ്മോസ്ഫിയർ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5:30-ക്ക് ഒരു റെയിൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കുളിർമയും പിന്നെ ചെറിയൊരു കാറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ല കാറ്റ് വീശുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ചൂടോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടത്തില്ല. ഓൾറെഡി നമ്മൾ ടയേർഡായിട്ടൊക്കെയാണ് പോകുന്നത്. യൂഷ്വലി നമ്മൾ എവിടെയെങ്കിലും ഒരു ഇൻഡോർ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു എയർ കണ്ടീഷണർ റൂമിനകത്ത് ചെല്ലുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു കുളിർമ കിട്ടും. ബട്ട് ഇവിടെ അങ്ങനെയല്ല, നല്ല രസമുണ്ടായിരുന്നു. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ. പിന്നെ നല്ല കാറ്റ് വീശുന്നതുകൊണ്ട് നമുക്കൊരു ടയേർഡോ അല്ലെങ്കിൽ പിള്ളേർക്കായാലും നല്ല ബോറിങ് അങ്ങനെയൊന്നുമില്ല. ഓടിക്കളിക്കാം, ഇരിക്കാം. പിന്നെ നമുക്ക് റിഫ്രഷ്മെൻറ്റിന് സ്നാക്സ് ബാർ, സ്നാക്സ് ഷോപ്പ്, ജ്യൂസ് വേണ്ട, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട്. അപ്പോൾ ടൈം ഏകദേശം ആയിട്ടോ, 6:30 ആകാറായി. ഇപ്പം മഴ പെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ മുന്നോടിയായിട്ട് ഇടി തുടങ്ങിയിട്ടുണ്ട്. ഇടി തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ചെറിയ ചെറിയ ഡ്രോപ്സ് ആയിട്ട് പെയ്യാൻ തുടങ്ങി. ചെറിയ ചെറിയ ഡ്രോപ്സ് എല്ലാം അത്യാവശ്യം വലിപ്പമുള്ളതാണ്. കാരണം ഇതവർ മുകളിൽ പൈപ്പ് കൊടുത്തിട്ട് വീഴുന്ന റെയിൻ ഡ്രോപ്സ്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുണ്ട്. നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് തോന്നും എന്നാൽ തോന്നത്തില്ല. കാരണം ഇങ്ങനെ ഡ്രോപ്പ് ബൈ ഡ്രോപ്പായിട്ട് വീഴുന്നുള്ളൂ. ബട്ട് ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി വലിയ വലിയ ഡ്രോപ്പാണ്. അപ്പം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം വലിയ തിരക്കുമില്ല. പക്ഷെ നമുക്ക് നല്ല ഫാമിലി ആയിട്ടൊക്കെ വന്ന് നന്നായിട്ട് മഴ കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റുന്നൊരു സ്പോട്ടാണ് കേട്ടോ. അതിനിടയ്ക്ക് മോൾ ആരുടെയൊക്കെ കൂടെ പോയി പെട്ടെന്ന് അവൾ മനസ്സിലാക്കി, അയ്യോ അത് അമ്മയും അച്ഛനും അല്ലല്ലോ. അങ്ങനെ തിരിച്ചു വന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെയും മഴ ഇങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുക. പിന്നെ കുട എടുത്തു മോനുള്ളതുകൊണ്ട്, കാരണം അവൻ ഒരുപാട് അങ്ങനെ നനയിപ്പിക്കേണ്ട, കുഞ്ഞല്ലേ അവൻ. അതുകൊണ്ട് അവന് വേണ്ടി ഞങ്ങൾ കുട എടുത്ത് അവനെ കുടയ്ക്കകത്താണ് നിർത്തിയത്. ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ചെറിയ ചെറിയ ലൈൻസ്, ആ ചെറിയ ചെറിയ പൈപ്പ് ലൈൻസിൽ കൂടെയാണ് ഈ വെള്ളം ഇങ്ങനെ വരുന്നത്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കാണാനും പറ്റും. കുറച്ച് വലിയ വലിയ ഡ്രോപ്സ് ആയിട്ടാണ് വരുന്നത്, എന്നാൽ ആർട്ടിഫിഷ്യലായിട്ട് വലുതായിട്ട് തോന്നത്തുമില്ല. അങ്ങനെ ഒരു ആംബിയൻസ് അവിടെ ഉള്ളത്. ഞങ്ങളുടെ
അപ്പോൾ അത്രയേ ഉള്ളൂ മഴയുടെ വിശേഷം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഫുഡ് ഫണ്ണിൽ നിന്ന് ചായയും സ്നാക്സൊക്കെ കുടിച്ചിട്ട് മഴ കണ്ടതല്ലേ അപ്പോൾ ഒരു റിഫ്രഷ്മെൻറ്റ്, അങ്ങനെ നല്ല ചൂട് ചായയും പിന്നെ മോന് സ്വീറ്റ് ബോണ്ട, അച്ഛന് പരിപ്പുവട, അങ്ങനെ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ആദ്യം എന്നെ കളിയാക്കിയെങ്കിലും അച്ഛനും അച്ചായനും ഒക്കെ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ ബൈ.